ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഒരു മസാലക്കറി വയ്ക്കാം. നമ്മൾ ഇറച്ചിക്കറി വെക്കണ പോലെ നമുക്കൊരു മസാലക്കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ആദ്യം മഞ്ഞൾപ്പൊടിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ 2 തക്കാളി, 2 സബോള, 2 പച്ചമുളക്, പിന്നെ മല്ലിത്തല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ നമുക്ക് തിളച്ച വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണ് ഇട്ടിട്ട് ഒരു ഉപ്പിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിലെ എല്ലാ വിഷാംശങ്ങളും പുഴുവൊക്കെ ഉണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്, എന്നാലും ഒന്ന് വേവിച്ചെടുത്താലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി വയ്ക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറുതായി അരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ്, ഇത് നിറച്ച് ഇട്ടിട്ടുണ്ട്. നന്നായി കുഴയണം. മസാലക്കറിക്ക് നന്നായി കുഴയണം. സബോളയും തക്കാളിയും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം, നന്നായി വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വേറൊരു ചട്ടിയിലിട്ട് ചൂടാക്കി ഇടാം, അല്ലെങ്കിൽ പച്ചച്ചൂര് പോവില്ല. 2 സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് 1 സ്പൂൺ മുളക് പൊടി. ഇത് എരിവില്ലാത്ത മുളകാണ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ മഞ്ഞൾപ്പൊടി അതിൽ ഇട്ട് വേവിച്ചതാണ് കോളിഫ്ലവറിൽ. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. മുളക് പൊടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫാക്കാം. നമുക്ക് എണ്ണയിലിട്ടിട്ട് ബാക്കി ചൂടാക്കി എടുക്കാം. പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. സബോള വാട്ടുമ്പോൾ ഇട്ടു, പിന്നെ കോളിഫ്ലവർ വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളക്കട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുക്കാം.
അടച്ച് വയ്ക്കുക തിളക്കിയിട്ട്. അപ്പം നമ്മുടെ മസാല ചാറ് ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാലക്കറി ഇതാ റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി മല്ലിത്തലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിക്ക് അതുപോലെ പലഹാരങ്ങൾക്ക് ചോറിന് എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ് കോളിഫ്ലവർ മസാലക്കറി. നല്ല ഇറച്ചിക്കറി പോലെ ഉള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.